ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് ടൂ വീലർ ഉപയോഗിക്കുന്ന എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഫ്രണ്ടിൽ നിന്ന് ചെളി തെറിക്കുക എന്നുള്ളത്. ഇപ്പോൾ സ്കൂട്ടർ ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും എല്ലാം. ബൈക്കാണെങ്കിൽ കൂടുതൽ ചെളി തെറിക്കും. സ്കൂട്ടർ ആണെങ്കിലും നമുക്ക് ഈ സ്കൂട്ടറിൻ്റെ ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് വശം കാണാം, അവിടെയൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നു. മഡ് ഗാർഡ് നമുക്ക് ഇപ്പോൾ മിക്ക വണ്ടിക്കും വരുന്നത് വളരെ ചെറുതായിരിക്കും. ആ ഒരു സാധനം സ്കൂട്ടർ ആയതുകൊണ്ട് നമുക്ക് ഉള്ളിൽ നമ്മുടെ വേഗത്ത് വീടില്ലെങ്കിലും വണ്ടിയുടെ ബോഡിയിൽ നല്ല രീതിയിൽ ചെളി തെറിക്കും. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒലയുടെ ഈ സ്കൂട്ടറിലെ ആ ഭാഗത്ത് എന്തുമാത്രം ചെളി തെറിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിനൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കൂടാതെ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ബാറ്ററി പാക്കൊക്കെ ഇരിക്കുന്ന ആ ഭാഗത്ത് കവറിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അടിഭാഗത്ത് ഹോളെല്ലാം ഇട്ടിരിക്കുന്നതിലട്ടൊക്കെ അഴുക്ക് കയറി ക്ലിയർ ചെയ്യുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതിന് നമുക്ക് വെറും ഒരു 5 രൂപയുടെ മുടക്ക് ഉള്ളതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത് ഒരു ട്യൂബിൻ്റെ ഒരു കഷ്ണം, പഴയ ഒരു ട്യൂബിൻ്റെ കഷ്ണം നമ്മൾ എടുക്കുക, ടൂ വീലറിൻ്റെ ഏതെങ്കിലും ഒരു സ്കൂട്ടറോ ബൈക്കോ എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതവിടെ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ച ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ പശ തേക്കാതെ അത് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ മുകൾ വശത്തായിട്ട് പശ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അത് ആ രീതിയിൽ അപ്പുറത്തും ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ നല്ല രീതിയിൽ ഒട്ടിയിരിക്കും. അപ്പം അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞാൽ ഒട്ടും ചെളി തെറിക്കില്ല. അപ്പോൾ പിന്നെ ഇത് വളരെ ഒരു വൃത്തികേടും ഇല്ല. നമുക്ക് ആ ബോഡിയുടെ അതിനോട് കളർ, ആ ഭാഗത്തൊക്കെ ബ്ലാക്ക് കളർ വരുന്ന കാരണം അതവിടെ ഇരിക്കുന്നത് ആരും അറിയത്തില്ല. പിന്നെ ആ ഒരു ഇച്ചിരി കട്ടിയുള്ള ഒരു ഇതായിരിക്കണം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതിന് കുറച്ച് കട്ടി കുറവായതുകൊണ്ട് ഒരു സൈഡ് ഇച്ചിരി ഇത് തളർന്ന് കിടപ്പുണ്ട്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇരുന്നേനെ. ഇപ്പോൾ നോക്കാം, ഇത് കുറച്ച് നാൾ മുമ്പുള്ള ചെളി മാത്രമാണ്. ഇപ്പം നല്ല മഴക്കാലത്തൊക്കെ ഓടിച്ചിട്ടും വലിയ രീതിയിൽ ചെളി ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് പരിഹരിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, എൻ്റെ ഓൾഡ് സ്കൂട്ടർ, അതിൻ്റെ ആ ഭാഗത്തൊക്കെ കാണാം അത് ഒട്ടിക്കാതെ കൊണ്ട് അവിടെ നല്ല രീതിയിൽ ചെളിയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ആക്റ്റീവ ഉണ്ട്. ആക്റ്റീവയ്ക്ക് നമ്മൾ ഈ സാധനം ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊരു 5-8 വർഷം പഴക്കമുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ഭാഗത്ത് ഇത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാടിയിൽ വലിയ രീതിയിലൊന്നും ചെളി തെറിച്ചില്ല ഇത്രയും വർഷത്തെ ഉപയോഗമായിട്ട്. ഇത് നമുക്ക് ഓട്ടോറിക്ഷയുടെയൊക്കെ കമ്പനി വരുന്ന ഒരു സാധനം വാങ്ങിച്ചൊട്ടിച്ചതാണ്. അത് തന്നെ നമുക്ക് ബൈക്കിനും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്താൽ നമുക്ക് വണ്ടി ഒട്ടും വൃത്തികേടാകാതെ നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ആ പഴയ സ്കൂട്ടറിൻ്റെ ആ ഒരു അവസ്ഥ കാണാം. പഴയതല്ല, ഇപ്പം നമ്മൾ ഒട്ടിക്കാത്ത വണ്ടിയുടെ അവസ്ഥ നമുക്ക് സൈഡിൽ കാണാം. എന്തുമാത്രം അഴുക്കാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. ഈ വണ്ടിയുടെ അവസ്ഥയൊന്നും കാണാം, അത് ഒട്ടും അഴുക്കുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും അവർക്ക് തന്നെ ചെയ്യാവുന്ന കേസാണ്, വലിയ ചിലവൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഈ കാര്യം എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.